ഞങ്ങളെ സഹായിക്കണം. എൻ്റെ അച്ഛനും ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞേക്കണത്. 25 ലക്ഷം ഞങ്ങൾക്ക് കൊടുക്കാനില്ല. അല്ല ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരില്ല. എൻ്റെ അച്ഛനും ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞേക്കണേ. 25 ലക്ഷം വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങളെ സഹായിക്കണം. എൻ്റെ അമ്മ ഒരു പണിക്ക് പോയിട്ടാണ് ഞങ്ങളെ നോക്കണത്. വിഷം കഴിച്ച് മരിച്ചാലെന്ന് അവരവ പറഞ്ഞതാ. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ല. അച്ഛന് പെട്ടെന്ന് തന്നെ സർജറി വേണമെന്നാണ് പറഞ്ഞേക്കണത്. ഞങ്ങളെല്ലാവരും എൻ്റെ അച്ഛനെ സഹായിക്കണം. ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സർജറി പറഞ്ഞേക്കാണ്. ഞങ്ങളുടെ അച്ഛനല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അമ്മ പണിയെടുത്തിട്ട് കൂലി കൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും നടത്തി തരണേ. പഠിക്കാനായാലും വേറെ വഴിയൊന്നുമില്ല. എന്തെങ്കിലും ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. എല്ലാവരും ഈ വീഡിയോ കാണുന്നോട്ട് എല്ലാവരും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. എനിക്ക് 3 പെൺകുട്ടികളാണ്. എൻ്റെ ഭർത്താവിന് വയ്യാതായിട്ട് 2 വർഷത്തോളായി. ഞാൻ ഒരു മാർഗമില്ലാതെയാണ് ഞാനിപ്പം നിൽക്കണത്. എനിക്ക് 3 പെൺകുട്ടികളെ ഇട്ട് ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥ പോലാണ്. രാത്രിയില്ലേ പാതിരിയില്ലാതെ ഞാൻ ഈ ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഈ നടക്കണത് ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങളുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ മോശമായ വാക്കുകൾ പോലും ഞാൻ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വന്നു. എന്നിട്ട് ഞാൻ ജീവിക്കുകയാണ്. എനിക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും മുന്നിൽ കൈ നീട്ടുന്നത്. സഹായിക്കണം. അല്ലെങ്കിൽ എനിക്ക് 3 പെൺകുട്ടികളെയും ഭർത്താവിനെയും ജീവനൊടുക്കി എനിക്കും ജീവനൊടുക്കേണ്ട അവസ്ഥയാണ്. ഞാൻ അത്രയ്ക്ക് തോറ്റിട്ടാണ് ഞാൻ ഇവരുടെ മുന്നിൽ കൈ നീട്ടണത്. എനിക്ക് വേറെ ഒരു മാർഗമില്ല. സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര പഞ്ചായത്തിൽ 16-ാം വാർഡിൽ താമസിക്കുന്ന കുട്ടേട്ടൻ്റെ ഒരു വിഷയമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. കുട്ടേട്ടന് കിഡ്നി പ്രോബ്ലമാണ്. ഏകദേശം 1.5 വർഷക്കാലമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ആഴ്ചയിൽ 2 ഡയാലിസിസ് വീതം തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വലത്തെ കണ്ണിൻ്റെ കാഴ്ച 86% നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷക്കാലമായി. ഇനി ഈ കുടുംബത്തിനിപ്പോൾ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് മുഹമ്മദ് ഇക്ബാൽ ഡോക്ടർ സർജറി പറഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് എസ്റ്റിമേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ഈ കുടുംബത്തിന് ഡോണർ പുറമേ നിന്നാണ്. സർജറിക്കും തുടർ ചികിത്സയ്ക്കുമായിട്ട് 25 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. കുട്ടേട്ടന് ഭാര്യ 3 മക്കളാണ്. 3 പെൺകുട്ടികളാണ്. 20 വയസ്സും 17 വയസ്സും 13 വയസ്സുമായിട്ടുള്ള പഠിക്കുന്ന കുട്ടികളാണ്. ഈ കുടുംബത്തിനെന്ന് പറയാൻ ഈ ചേച്ചി ഒരു ജോലിക്ക് പോയി ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനം കൊണ്ടാണ് ഏട്ടൻ്റെ ചികിത്സയ്ക്കായാലും മരുന്ന് വാങ്ങാനായാലും ഈ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞു പോകുന്നത്. നമസ്കാരം, ഞാൻ സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി MLA ആണ്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ കൊടകര ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഇരിങ്ങാപ്പള്ളി കുട്ടൻ 2 വൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്. വലിയ സാമ്പത്തിക ബാധ്യതയാണ് ചികിത്സയ്ക്ക് വേണ്ടി ചിലവ് വരുന്നത്. നിർധന കുടുംബാംഗമായ കുട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളുടെ കഴിവുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് കുട്ടൻ്റെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ട സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമനാണ്. ശൈലജ, കുട്ടൻ ദമ്പതികളെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കുടുംബമാണ്. അവർക്ക് 3 പെൺമക്കളാണ്. കുട്ടന് കിഡ്നി രോഗം ബാധിച്ച് ഗുരുതരമായൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിയും വിധം ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോയ്ക്ക് മുന്നേ ജിൻഷാദ്ക്ക ഈ കുടുംബത്തിൻ്റെ കാര്യമായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലൂടെ ലഭിച്ച തുക കൊണ്ടാണ് ഈ കുടുംബം ഈ 1.5 വർഷക്കാലം ഡയാലിസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത്. ഒരു മാസം തന്നെ ഡയാലിസിനും മരുന്നിനുമായിട്ട് 20,000 രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. ഇനി ഒരു നിവൃത്തിയും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ ഞാനും ജിൻഷാദിക്കൊക്കെ ഇങ്ങടൊക്കെ മുമ്പിൽ ഈ കുടുംബത്തിന് വേണ്ടി ഈ 3 പെൺകുട്ടികൾക്ക് ഇവരുടെ അച്ഛനെ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളും നല്ലവരായ പ്രവാസികളിലൊക്കെ മുമ്പിൽ
കൈ നീട്ടി പറയാണ്. കാരണം ഇനി ആരുമില്ല ഇവരുടെ മുമ്പിൽ. ഈ ചേച്ചി പറഞ്ഞത് ഓരോ ആളുകളുടെ അടുത്ത് അയൽവക്കക്കാരായാലും പുറമേയുള്ള ആൾക്കാരുടെ മുമ്പിലൊക്കെ കൈ നീട്ടി കടമായിട്ട് പറഞ്ഞാൽ കടം തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ പറയുന്ന രീതികളും അതേപോലെ ഓരോ രീതിക്കും അത്രത്തോളം മോശമായ രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. കാരണം ആ 3 മക്കളെ കൊണ്ട് ഇനി എവിടെ പോകണമെന്ന് പോലും അറിയില്ല. രാത്രി സമയങ്ങളിലൊക്കെ ഡയാലിസിസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ 3 മക്കളെ വീട്ടിൽ പൂട്ടിയിട്ടാണ് ഈ ചേച്ചി പോകുന്നതൊക്കെ. അത്രയും നിവൃത്തിയില്ലാത്തൊരു കുടുംബമായത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ MLAയുടെ കത്തും അതേപോലെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയും വാർഡ് മെമ്പറുടെ ഒക്കെ കത്തും എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള ശൈലജ ചേച്ചിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും ഫോൺ പേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ ആളുകളും നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നത് 1 രൂപയാണെങ്കിൽ പോലും ഈ കുടുംബത്തിന് എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.